നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. 2 മണിക്കൂറിൽ നമ്മൾ അരച്ച് മാവ് പൊങ്ങിയെടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയും അതുപോലെ തന്നെ ഇതിനേക്ക് കോമ്പിനേഷനായിട്ട് അടിപൊളി ഒരു നിലക്കടല ചട്നിയുമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. 2 മണിക്കൂർ മുന്നേ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്ന് ഞാൻ കഴുകിയെടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ മിക്സി ജാറ് ചൂടാവാണ്ട് നന്നായിട്ട് അരഞ്ഞും കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കാണ്ട് അരഞ്ഞ് കിട്ടൂല. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വറുക്കാത്ത അരിപ്പൊടിയാണ്. ഒരു പിഞ്ച് അപ്പക്കാരം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ മാത്രം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതങ്ങോട്ട് മൂടി വെക്കാം. ഇനി ആ ഒരു മിക്സി ജാറിലേക്ക് തന്നെ ബാക്കിയുള്ള ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ചോറും 2 കപ്പ് അരിപ്പൊടി 1/4 കപ്പ് ചോറ് അതുപോലെ തന്നെ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു കപ്പിന് തന്നെ നമ്മൾ വീണ്ടും 1 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു കാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാസറോളിലേക്ക് മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ, അതിലേക്ക് കണ്ട് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഇതിലേക്കൊരു നുള്ള അപ്പക്കാരം ഉപ്പും കൂടി ചേർത്തിട്ട് ഇതും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതും ഞാൻ 2 മണിക്കൂർ മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കുറച്ചൊന്ന് ഫെർമെൻറ്റേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉഴുന്ന് ദോശയ്ക്ക് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂണ് കടലമാവാണ്. ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളത്തിലേക്ക് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മാവ് ദോശ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാവിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു യെല്ലോ കളർ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ല വേറൊരു വ്യത്യസ്ത രുചിയുണ്ട് കേട്ടോ. എന്നിട്ട് പാനിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നെയ്യ് ഇത് മേലെ ഒന്ന് തൂവി കൊടുക്കുക, അല്ലെങ്കിൽ ഓയിലായാലും മതി. ജസ്റ്റ് 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമ്മുടെ ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ദോശയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു ചട്നിയും കൂടി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഉഴുന്ന് വടക്കുള്ള മാവ് ഇതിലേക്ക് ഞാൻ കറിവേപ്പില, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, ഒരു സവാള ചെറുതായി അരിഞ്ഞതും കുരുമുളക് ക്രഷാക്കി എടുത്തത് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വടയും കൂടി ഉണ്ടാക്കിയെടുക്കാം. വട നമ്മൾ കൈവെള്ളയിലിട്ട് പരത്തിയെടുക്കാതെ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു വൃത്തിയുള്ള ചിരട്ട എടുത്തിട്ട് അതിൻ്റെ മൂടുവശത്ത് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് നനച്ച് മുക്കിയെടുക്കുക കേട്ടോ. പതുക്കെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഓരോരുള്ള മാവ് എടുത്ത് ചിരട്ടേൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൈവെള്ളയിലിട്ട് പരത്തിയെടുക്കേണ്ട ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ ഇതിൽ നിന്ന് അടർന്ന് വീഴുകയും ചെയ്യും. എളുപ്പമാണ് കേട്ടോ. എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി ഈ ഒരു ഐഡിയ. അങ്ങനെ ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മൂട് ഭാഗത്ത് നിന്ന് അത് അടർന്ന് വീഴുന്നതാണ്. ഇനി അരിപ്പക്കയിലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ മുന്നേ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ചായ അരിക്കുന്ന അരിപ്പുണ്ടാവുമല്ലോ. എന്നിട്ട് 2 വശം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് വട കോരി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വേഗം തന്നെ ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ദോശയുടെ കൂടെ കണ്ട ആ ഒരു ചട്നി റെഡിയാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് നിലക്കടല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണമെന്നുണ്ട്. ഒരുപാട് വറുത്തെടുക്കണ്ട കേട്ടോ, നന്നായിട്ട് മൊരിഞ്ഞൊന്നും വറുത്തെടുക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മളൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് കൂടി റെഡിയാക്കി എടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി തൂമിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ ഇത്. അങ്ങനെ ചട്നി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി എല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ദോശ അതുപോലെ തന്നെ ഉഴുന്നുവട ചട്നിയും കൂടി ഇതാ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.